നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സിറം ഏതാണെന്നറിയാമോ? ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറംസ് ഏതൊക്കെയാണെന്നറിയാമോ? പ്രഗ്നൻസി ടൈമിലും ഫീഡിംഗ് ടൈമിലും സിറംസ് യൂസ് ചെയ്യാം എന്നറിയാമോ? എല്ലാ ഏജ് ഗ്രൂപ്പിനും ഒരുപോലെ വർക്ക് ആവുന്ന സിറംസ് ഉണ്ടെന്ന് അറിയാമോ? അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീണ സിനച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ സ്കിൻ കെയറിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, ടോണർ, സിറംസ്, അതൊക്കെ. അപ്പോൾ ഫേസ് വാഷ് ശരിക്കും പറഞ്ഞാൽ ക്ലെൻസ് ചെയ്തേ ഉള്ളൂ, അതായത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കത്തേ ഉള്ളൂ. ഇനി മോയ്സ്ചറൈസർ ആണെങ്കിലോ നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയറിൽ മാത്രം വന്നിട്ട് മോയ്സ്ചറൈസ് ചെയ്തേ ഉള്ളൂ. സൺസ്ക്രീൻ എന്തിനാണെന്ന് വെച്ചാൽ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് പ്രത്യേകിച്ച് നമ്മളുടെ സ്കിൻ കളർ കൂട്ടാനോ സ്കിന്നിന്റെ എന്തെങ്കിലും പിഗ്മെന്റേഷൻ കുറയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. പിഗ്മെന്റേഷൻ ഉള്ളവർക്ക്, ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർക്ക്, ഏജിങ് ഉള്ളവർക്ക്, ഗ്ലോ വേണ്ടവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുക? അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സിറംസ് ഒക്കെ ഉള്ളത്. സിറംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിറംസ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് വേർഷൻ ആണ്. അതുപോലെ തന്നെ സിറംസിന്റെ ഫോർമുലേഷന്റെ പ്രത്യേകത കാരണം സ്കിന്നിന്റെ ഉള്ളിലേക്ക് പെനെട്രേറ്റ് ചെയ്ത് അവിടെ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. സോ മറ്റെല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സിനെക്കാളും സിറംസ് ആണ് ആക്ച്വലി നമ്മളുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് പ്രവർത്തിക്കുന്നത്. കുറച്ചധികം സിറംസ് എൻ്റെ കയ്യിലുണ്ട്, ഞാനതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും അതിന്റെ കുറച്ചും കൂടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസും ഞാൻ പറഞ്ഞു തരാം. ഓൾസോ ഞാൻ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന പ്രൊഡക്ട്സും പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം എന്നുള്ളതും പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ സിറം ആണ്. ഇത് ബയോക്യൂളിന്റെ ഹൈലൂറോണിക് ആസിഡ് പ്ലസ് SI എന്ന് പറഞ്ഞിട്ടുള്ള സിറമാണ്. ഈ സിറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി വിന്റർ സീസൺ ആണ്. നമ്മുടെ നാട്ടിൽ അത്രയ്ക്കൊന്നും വിന്റർ ഇല്ല, പക്ഷെ സ്റ്റിൽ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് എല്ലാ സീസണിലും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും, അതായത് ടീനേജേഴ്സ് മുതൽ നല്ല ഏജ്ഡ് ആയിട്ടുള്ള സ്കിന്നിന് വരെ ആക്ച്വലി ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓൾസോ പറയുകയാണെങ്കിൽ പ്രഗ്നൻസി സേഫ് ആണ്. പ്രഗ്നന്റ് ആയുള്ളവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന, ആരുടെ സ്കിന്നിനെയും ഇറിറ്റേറ്റ് ചെയ്യാത്ത ഒരു സിറമാണ് ഈ ഒരു സിറം. ഇതാണെങ്കിൽ ബജറ്റിൽ നിൽക്കുന്നതുമാണ്. ഹൈലൂറോണിക് ആസിഡ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു കൺസേൺ ആയിരിക്കും അത് കുറച്ചുകൂടെ നാച്ചുറലി ഡിറൈവ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടാണെങ്കിലോ എന്നുള്ളത്. അപ്പോൾ അതിനും പറ്റുന്ന ഒരു ബ്രാൻഡാണ് ആക്ച്വലി ബയോക്യൂൾ എന്ന് പറയുന്നത്. ബയോക്യൂളിന്റെ ഈ സിറം, അക്വാബൂസ്റ്റ് സിറം എന്ന് പറയുന്നത് വളരെ വളരെ ബെനിഫിഷ്യൽ ആയ ഒന്നാണ്. സോ ഇതാണ് ബയോക്യൂളിന്റെ അക്വാബൂസ്റ്റ് ഹൈഡ്രേറ്റിംഗ് സിറം. ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ ആക്ച്വലി വളരെ കൺവീനിയന്റ് ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. ഇതിന്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിച്ചു തരാം. അത്രയും റണ്ണി ആയിട്ടുള്ള, വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. ഇത് ഒട്ടും തന്നെ പോസിനെയോ സ്കിന്നിനെയോ ഇറിറ്റേറ്റ് ചെയ്യത്തില്ല, എന്നാൽ നല്ല ഹൈഡ്രേഷൻ തരും. ഇപ്പം തന്നെ ഇത് അബ്സോർബ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി മേക്കപ്പിൻ്റെ അണ്ടറിൽ യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ബിക്കോസ് കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നൊരു പ്ലംപി ആയിട്ടിരിക്കും. അതിൻ്റെ പുറത്ത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഫ്ലോലെസ് ആയിട്ടിരിക്കും. അതിപ്പോൾ ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്താലും അത് പ്രശ്നമില്ല. ഏത് സ്കിൻ ടിൻറ്റ് യൂസ് ചെയ്താലും, ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്താലും, ഏത് സൺസ്ക്രീൻ ഇതിൻ്റെ മുകളിൽ യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇത് പീൽ ചെയ്യത്തുമില്ല. ആൻഡ് ഓൾസോ ആസ് എ പ്രൈമർ പോലെ കുറച്ചും കൂടെ പ്ലംപി ആയിട്ട് സ്കിന്നിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇത് ആക്ച്വലി മറ്റുള്ള ഹൈലൂറോണിക് ആസിഡ് സിറംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറമാണ്. ഇന്ത്യൻ ബ്രാൻഡാണ്, നിങ്ങൾക്കത് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആക്ച്വലി ബോട്ടോക്സിൻ്റെ ബോട്ടിൽ എന്നറിയപ്പെടുന്ന ഒരു സിറമാണ്. ഇതും ഇന്ത്യൻ ബ്രാൻഡിൻ്റെ തന്നെയാണ്. മോളിക്യൂൾ 53 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. മെട്രിക്സൽ സൂപ്പർ സിറം എന്നാണ് ഈ സിറത്തിൻ്റെ പേര്. ഇത് ആക്ച്വലി ഒരു മൾട്ടി ടാസ്കിങ് സിറമാണ്. കാരണം ഇതിനകത്ത് 6 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതായത് മെട്രിക്സലുണ്ട്, നയസിനമൈഡ് ഉണ്ട്, ആൽഫ ബ്യൂട്ടിൻ ഉണ്ട്, നോനി എക്സ്ട്രാക്ട്സ് ഉണ്ട്, ആൻഡ് ഓൾസോ സെറാമൈഡ്സ് ഉണ്ട്, ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്. ഇത്രയും കൂടിയുള്ള ഒരു സിറമാണ്. ഇതും ആക്ച്വലി ഞാൻ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. മേ ബി ഇത്രയും കൂടി ഉള്ള ഒരു സിറം ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ മെട്രിക്സൽ 3000 കൂടെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാവും. പക്ഷെ നിങ്ങൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആണ് നോക്കുന്നതെങ്കിൽ, കുറച്ചും കൂടെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് ഈ കോൺഷ്യസ് കെമിസ്റ്റിന്റെ
5% നയസിനമൈഡിൻ്റെ ഈ ഒരു സിറം. ഇതിൻ്റെ അകത്തും ആക്ച്വലി നയസിനമൈഡ് ഉണ്ട്, ട്രാനക്സാമിക് ആസിഡ് ഉണ്ട്, ആൽഫ ആബ്യൂട്ടിൻ ഉണ്ട്. ഇത് മൂന്നും അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ളത് ഈ ഒരു സിറമാണ്. ഈ മെട്രിക്സൽ 3000 ഒക്കെ സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള പേടിയുള്ളവർക്കൊക്കെ ഈ ഒരു സിറം യൂസ് ചെയ്യാം. ഇതും ബജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിന് മാത്രമാണ് ആക്ച്വലി ഒരു 1000 എബോവ് വരുന്നത്. ഇതിന് അങ്ങനെയല്ല, ഇതിൻ്റെ റേറ്റ് കുറച്ച് കുറവാണ്. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഒരു വൈറ്റമിൻ സി സിറത്തെ കുറിച്ചാണ്. വൈറ്റമിൻ സി സിറം എല്ലാവർക്കും ആക്ച്വലി സ്യൂട്ട് ആവണം എന്നില്ല. ചിലർക്ക് അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈറ്റമിൻ സി സിറം വേണം, അലർജി ഇല്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓൾസോ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സിറമാണ് മൂഡി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി സിറം. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. സ്മെല്ല് ആക്ച്വലി നമുക്ക് ഒട്ടും ഇറിറ്റേറ്റ് ചെയ്യിക്കാത്ത ഒരു സ്മെല്ലാണ്. ശരിക്കും പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ, ഫ്രഷ് ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് ഇതിനുള്ളത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ആൻഡ് ഓൾസോ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയ ഒരു സിറമാണ്. ഈ ട്രാൻസ്പെറൻ്റ് ആയ വൈറ്റമിൻ സി സിറം വാങ്ങിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓക്സിഡൈസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിർവീര്യമായിട്ടുണ്ട് എന്നുള്ളത്. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് വൈറ്റമിൻ സി സിറവും ഒക്കെ കളർ ചേഞ്ച് ആയതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഇത് ശരിക്കും കളർ ചേഞ്ച് ആയതാണോ അല്ലയോ എന്നുള്ളത്. സിറത്തിൻ്റെ കളർ യെല്ലോ കളർ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ നൈക്കയിലോ ആമസോണിലോ ടിറയിലോ എവിടെയെങ്കിലും ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ പ്രൊഡക്റ്റിന്റെ കളർ ട്രാൻസ്പെറന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വൈറ്റ് കളർ ആണെങ്കിൽ ഇത് മെല്ലെ ഓക്സിഡൈസ്ഡ് ആയിട്ടാണ് ഇതിന്റെ യെല്ലോ കളറിലേക്ക് വരിക. യെല്ലോ കളറിലുള്ള സിറം യൂസ് ചെയ്താൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ബട്ട് ആ സിറം യൂസ് ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന സിറംസ് ഒക്കെ സ്കിന്നിനെ ഒട്ടും ഇറിറ്റേറ്റ് ചെയ്യാത്ത പ്രോഡക്ട്സ് ആണ്. അതായത് ഇപ്പോൾ നമുക്കൊക്കെ ഒരു കൺസേൺ ഉള്ളതാണ്, കെമിക്കൽസ് ആണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ പേടിയുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സിനാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഡോട്ട് ആൻഡ് കീയുടെ 2% സാലിസിലിക് ആസിഡ് ആണ്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് സീക്കായും കൂടെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടി സ്കിന്നിനെ കാം ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് സാലിസിലിക് ആസിഡ് മാത്രം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും. 2% സാലിസിലിക് ആസിഡ് അത്രയും ആക്റ്റീവായ ഒരു സാധനമാണ്. അപ്പോൾ അത് കുറച്ച് തിക്കാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി അത് സെൻസിറ്റീവ് ആക്കുമോ, അങ്ങനെയാണെങ്കിൽ സ്കിൻ എങ്ങനെ ഹീലാവും, അങ്ങനെയൊക്കെയുള്ള കൺസേൺ ഉള്ളവർക്ക് ആക്ച്വലി ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു പച്ച ബോട്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ കോൺസെപ്റ്റ് തന്നെ കാമാക്കുക സ്കിന്നിനെ ആൻഡ് അറ്റ് ദ സെയിം ടൈം ആക്നേസിനെ ഒക്കെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ ക്ലിയർ ഔട്ട് ചെയ്യുക. അതാണ് അവരുടെ ഉദ്ദേശം. ഈ സിറം ആണെങ്കിലും ഭയങ്കര വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. വാട്ടറി എന്ന് വെച്ചാൽ അത്രയും വാട്ടറിയാണ്. ഇതുവരെ കാണിച്ച സിറംസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ അത്രയും വാട്ടറി ആയിട്ടുള്ള സിറമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലിസിലിക് ആസിഡ് ഭയങ്കര തിക്കായിട്ട് ഫീൽ ചെയ്യില്ല. എന്തോ വലിയൊരു ട്രീറ്റ്മെൻറ്റ് ഫേസിൽ ചെയ്തു എന്ന് തോന്നുകയും ഇല്ല. ഇനി അടുത്ത ആക്ച്വലി ഞാൻ പറയാൻ പോകുന്നത് ഒരു 3 സിറംസിൻ്റെ കാര്യം ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് റെറ്റിനോൾ യൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പേടിയാണ്, സ്കിന്നിനെ അത് ഇറിറ്റേറ്റ് ചെയ്യിക്കോ എന്നുള്ള പേടി. ആൻഡ് ഓൾസോ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് പ്രഗ്നൻസി ടൈമിൽ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടില്ല. ഫീഡിങ് ടൈമിൽ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ സമയത്തേക്കൊക്കെ ആൻറ്റി ഏജിങ് ബെനിഫിറ്റ് കിട്ടുന്ന എന്താണ് യൂസ് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. പെപ്റ്റൈഡ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മൂന്നും ആക്ച്വലി 3 തരത്തിലുള്ള പെപ്റ്റൈഡ് സിറമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഏർത്ത് ഋതത്തിൻ്റെ ഒരു മൾട്ടി പെപ്റ്റൈഡ് സിറമാണ്. ഇത് ആക്ച്വലി വളരെ നല്ലതാണ്. പ്രഗ്നൻസി ടൈമിലും റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കും ഫീഡിങ് ടൈമിൽ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കും ഓൾസോ ഒരു 30+ അല്ലെങ്കിൽ അതായത് ഒരു 20+ ആണ്, എന്നാൽ ഒരു 25 അങ്ങനെയൊക്കെ ആയിട്ടേ ഉള്ളൂ, പക്ഷെ റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങണം എന്നില്ല, അങ്ങനെയുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് ആക്ച്വലി ഇത്. ശരിക്കും ഏർത്ത് ഋതത്തിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത്. മൾട്ടി പെപ്റ്റൈഡ് സിറം മിനിമലിസ്റ്റിനുണ്ട്, വേറെ കുറേ ബ്രാൻഡിനുണ്ട്. അപ്പോൾ അത് ഏതായാലും നല്ലതാണ്. ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന 2 പെപ്റ്റൈഡ് സിറംസ് ആണ്. ഒന്ന് ആർജിർലൈൻ സൊല്യൂഷൻ എന്ന് പറയും, ആൻഡ് ഓൾസോ ഒരെണ്ണം കോപ്പർ പെപ്റ്റൈഡ് ആണ്, മൾട്ടി പെപ്റ്റൈഡ് കോപ്പർ പെപ്റ്റൈഡ്. ഇത് രണ്ടും ഓർഡിനറിയുടെയാണ്. അതിൽ ഈ പറയുന്നത് പോലെ ഈ ഒരു സിറം ഓർഡിനറിയുടെ മൾട്ടി പെപ്റ്റൈഡ് കോപ്പർ പെപ്റ്റൈഡ് സിറം എന്ന് പറയുന്നത് ഇതൊരു ബ്ലൂ കളറാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ. കോപ്പർ പെപ്റ്റൈഡ്സ് നോർമലി ഒരു ബ്ലൂ കളറിലാണ് വരുന്നത്. പക്ഷേ ബ്ലൂ കളറിലല്ലാത്ത കോപ്പർ പെപ്റ്റൈഡ് സിറം അല്ല എന്ന് വിചാരിക്കരുത്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ബിക്കോസ് എൻ്റെ സ്കിന്നിൽ ഞാൻ പെപ്റ്റൈഡ് സിറം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയി. സോ എൻ്റെ സ്കിന്ന് ആക്ച്വലി അതിനെ പാകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കോപ്പർ പെപ്റ്റൈഡ് സിറം ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ പെപ്റ്റൈഡ് സിറം എന്ന് പറയുന്നത് ശരിക്കും ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഹെൽപ്പ് ചെയ്യുന്നതാണ്. റെറ്റിനോളിൻ്റെ കാര്യത്തിൽ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ കോപ്പർ പെപ്റ്റൈഡ് സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻറ്റി ഏജിങ്ങിന് വളരെ ബെനിഫിഷ്യലായ ഒരു സിറമാണ്. പക്ഷേ ഈ കോപ്പർ പെപ്റ്റൈഡ് സിറത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ ഒരു ബോട്ടിലിന് ആക്ച്വലി അറൗണ്ട്
2950 അത്ര എന്തോ ആണ് ഉള്ളത്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതിൻ്റെ ചീപ്പർ വേർഷൻ ഇപ്പോൾ കൃതി സെനൻ്റെ ബ്രാൻഡായ ഹൈഫൻ ആക്ച്വലി ഇറക്കിയിട്ടുണ്ട്. ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ചീപ്പർ വേർഷനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഇതിൻ്റെ അതേ ബെനിഫിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ആർജർലൈൻ സൊല്യൂഷൻ എന്ന് പറയും. ഈ ആർജർലൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പെപ്റ്റൈഡ് ആണ്. അപ്പോൾ ഇത് പെപ്റ്റൈഡിൽ വരുന്ന ഒരു സിറമാണ്. ഇത് ഓർഡിനറിയുടെ സിറമാണ്. ഇത് കുറച്ചും കൂടി വാട്ടറി ആണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അതായത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം പോലെയാണ്, പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. അപ്പോൾ ഇത് ഡയറക്റ്റ് ആക്ച്വലി ഫേസിലേക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കയ്യിലെടുത്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. ഒരു 1000 rupees ഉണ്ട്, ഓർഡിനറിയുടെ ആയതുകൊണ്ടാവാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ മോളിക്യൂൾ 53 എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, നേരത്തെ കാണിച്ച മെട്രിക്സൽ സൂപ്പർ സിറത്തിൻ്റെ ഒരു ബ്രാൻഡ്. ഈ ബ്രാൻഡിന് ആർജർലൈൻ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഇന്ത്യൻ വേർഷനാണ് നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആർജർലൈൻ സൊല്യൂഷൻ്റെ കോംപ്ലക്സ് വാങ്ങാവുന്നതാണ്. കോപ്പർ പെപ്റ്റൈഡും കൂടെ മിക്സ് ആയിട്ടുള്ളത്. ഇതും ഒരു ആൻറ്റി ഏജിങ് ബെനിഫിറ്റ് എന്നുള്ള രീതിയിലാണ്. ഇതും ശരിക്കും സ്കിന്നിന് ഭയങ്കര പ്ലംപിംഗ് എഫക്റ്റ് തരും. ഈ രണ്ട് കോമ്പിനേഷനും കൂടെ ഉണ്ടെങ്കിൽ, ആർജർലൈൻ പ്ലസ് കോപ്പർ പെപ്റ്റൈഡ്, ഇതിൻ്റെ കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ പുറത്ത് പോയി ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിന്ന് നല്ല പ്ലംപ് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കോപ്പർ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സിനെയും ആർജർലൈൻ സൊല്യൂഷനെയും മെട്രിക്സലിനെയും ഒക്കെ തന്നെ ബോട്ടോക്സിന്റെ ബോട്ടിൽ എന്ന് പറയപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടാണ് പെപ്റ്റൈഡ് സിറംസ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടി പെപ്റ്റൈഡ് സിറം തന്നെ യൂസ് ചെയ്താൽ മതി. മിനിമലിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏർത്തൃത്വത്തിൻ്റെയോ ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളത്. സോ അതും ഇന്ത്യൻ വേർഷനിൽ നോക്കിയാൽ ഒരുപാട് അഫോർഡബിൾ ബ്രാൻഡ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഏജിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ സ്കിന്നിൽ ഇവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അത് ക്യൂർ ആവാൻ വേണ്ടിയിട്ട് ട്രാനക്സാമിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതാണ്. ട്രാനക്സാമിക് ആസിഡും ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഫോക്സ്ടെയിലിൻ്റെ മിൽക്കി വേ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാനക്സാമിക് ആസിഡാണ്. ഇത് ഒരേ സമയം ഈ പറഞ്ഞ ഡാർക്ക് സ്പോട്ട്സിനെ റിഡ്യൂസ് ചെയ്യും ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഈ ഹൈപ്പർ പിഗ്മെന്റേഷന് വർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതിന് ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ സിറംസ് പോലെയല്ല. ടെക്സ്ചർ വൈസ് ആണെങ്കിലും കളർ വൈസ് ആണെങ്കിലും ഇതിന് ചെറിയൊരു കളർ ഉണ്ട്. ബിക്കോസ് ഒരു മിൽക്കി ടെക്സ്ചറാണ് ഇതിനുള്ളത്. ഈ ട്രാനക്സാമിക് ആസിഡിന്റെ കൂടെയും ഒളിഗോ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പെപ്റ്റൈഡ് ചേർത്തിട്ടുണ്ട് അവർ. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരേ സമയം ആന്റി ഏജിങ്ങിനും അതേസമയം തന്നെ ഏജിങ്ങിനും കൊണ്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ പിന്നെ നോർമലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഇതിനെ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയുമാണ് എനിക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള സിറംസ്. ഈ പറഞ്ഞ എല്ലാ സിറംസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.